അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉമ്മച്ചീനായിട്ട് ലാബിലേക്ക് വന്നതാണ് കേട്ടോ, ഷുഗറൊക്കെ ഒന്ന് നോക്കാൻ. കുറച്ച് കൂടിയുണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. വൈകുന്നേരമാണ് ഇറങ്ങിയത്. അപ്പോൾ പോകുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ്. അപ്പോൾ അങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം സംസാരിക്കുകയും ചെയ്യാമല്ലോ അല്ലേ. എപ്പോഴും എൻ്റെ മുഖം തന്നെ കണ്ടിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കില്ലേ. പിന്നെ ഒന്നാമത്തെ മൈക്കില്ല. മൈക്ക് ഉണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കണ പോലെ സംസാരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ മൈക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം വോയിസ് കുറവാണ്, വീഡിയോ അങ്ങനെ എടുത്തിട്ട് വീണ്ടും വോയിസ് കൊടുക്കലാണ്. അപ്പോൾ ഇവിടുത്തെ പുഴയും പാലൊക്കെയാണിത്. നല്ലൊരഴക് തന്നെ അല്ലേ. മരങ്ങളും പുഴയും പാടും ഒക്കെ കാണാൻ. കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ ഇനി ഇതൊക്കെ കാണാൻ കിട്ടുമോ എന്ന് തോന്നുന്നില്ല മക്കളെ. ഇതൊക്കെ ഇപ്പോൾ വീഡിയോ എടുത്ത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കാണാം. റോഡ് സൈഡൊക്കെ അങ്ങ് തോന്നുന്നു ശരിയായിപ്പോവും. പാടും തോടും കായലൊന്നും കാണാൻ പറ്റില്ല ഇനി. ഒരു 25 വർഷമൊക്കെ കൂടി കഴിഞ്ഞാൽ, അതായത് എനിക്കൊരു 90 വയസ്സൊക്കെ ആകുമ്പോൾ എന്നർത്ഥം. അപ്പോൾ എനിക്കൊരു 90 വയസ്സൊക്കെ ആകുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും മാറ്റങ്ങളാണെന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. റോഡുകളൊക്കെ 4 വരിപ്പാതായി. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവാനുണ്ടോ? എല്ലാവിധ സൗകര്യങ്ങളും ആയല്ലേ. അപ്പോൾ ഈ പച്ചപ്പ് കാണാൻ എന്തൊരഴകാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ടേ ഇങ്ങനെ വീഡിയോ എടുത്തൊക്കെ ആയിരുന്നു. എന്നിട്ട് അന്ന് മൊബൈൽ നെറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ നെറ്റില്ലാത്തതുകൊണ്ട് ഫോണിൽ എന്തൊക്കെ ഒരു വീഡിയോ മാക്സിമം ഇട്ടണം അതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കും അല്ലേ. ആ കാലമൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ. ഇപ്പോഴല്ലേ നെറ്റൊക്കെ. അപ്പോൾ എല്ലാവരും മൊബൈലിൽ നെറ്റും കാര്യങ്ങളും, നെറ്റ് ഫോണുമായി. അന്നൊക്കെ നമ്മൾ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വീഡിയോസ് എടുത്ത് വെച്ച് മെമ്മറി കാർഡിൽ വെച്ച് സൂക്ഷിക്കും. എന്നിട്ടത് എടുത്ത് നോക്കും, സമയം പോണില്ല കാണുമ്പോൾ. ഇന്നിപ്പോൾ അങ്ങനെയാണോ? ഇന്ന് എന്ത് കുന്തമാണെങ്കിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കാലം പോയൊരു പോക്കേ. നമ്മൾ വീട്ടിലിരുന്ന് കയ്യിൽ പിടിച്ച് കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന എല്ലാവിധ സുഖ സൗകര്യങ്ങളും അല്ലേ. ഒരു മൊബൈൽ വഴി എന്തൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ ഇപ്പോഴുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ മൊബൈലില്ലാത്തവരും മൊബൈൽ ഉപയോഗിക്കാൻ അറിയാത്തവരൊക്കെ അല്ലേ. നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടോ? എൻ്റെ മകൾക്ക് അറിയില്ല കേട്ടോ മൊബൈൽ ഉപയോഗിക്കാൻ. ഞാൻ തന്നെ ഈയിടെ അടുത്ത കാലത്താണ് പഠിച്ചത്. എനിക്കൊന്നും അറിയില്ല. എപ്പോഴും മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്നും അറിയാൻ വയ്യ. ആരുടെ അടുത്തൊക്കെ ചോദിക്കും. തള്ളിയിട്ടില്ല കാണാൻ ആ കളറ്. എനിക്കത് ഇതേ കളറുള്ള ഡ്രസ്സ് ഇട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പോയടുത്തൊന്നും അതേ കളറ് ഡ്രസ്സില്ല കേട്ടോ. ഇതാ കാണുന്ന പച്ച മഞ്ഞ പോലത്തെ കളറ്. എനിക്ക് പച്ച കളറ് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഞാൻ എടുത്തിരുന്നത്. മാക്സി എടുക്കുകയാണെങ്കിൽ ഞാൻ പച്ച കളർ എടുക്കുള്ളൂ. എനിക്കറിയില്ല, പച്ചയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ അടുത്ത് മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, പക്ഷേ ഷുഗർ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമില്ല. ഞാൻ അങ്ങാടിക്ക് തന്നെ പോകണം. ഇപ്പം മഴയൊക്കെ പെയ്ത് എല്ലായിടത്തും നല്ല പച്ചപ്പൊക്കെ ആയിട്ടുണ്ട്. നല്ല രസമാണല്ലേ ആകാശം സ്ഥലങ്ങളൊക്കെ കാണാൻ. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ അകലേക്ക് നോക്കിയിരിക്കും. ഒരു പക്ഷേ എൻ്റെ മനസ്സ് വല്ലാതെ ഒരു ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. എന്താണെന്നറിയില്ല. എനിക്ക് യാത്ര ഇഷ്ടമാണ്, യാത്ര കാഴ്ചകളും ഇഷ്ടമാണ്. ഇങ്ങനെ ദൂരേക്ക് നോക്കിയിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കുക, അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ കാഴ്ചയിൽ വ്ളോഗൊക്കെ എടുക്കണത്. ഇതൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. അറിയാവുന്നവർ പറയാം ഏത് ഹോസ്പിറ്റലാണെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഷുഗറൊക്കെ നോക്കിയിട്ട് വരാം കേട്ടോ. കുറേ ആയി ഷുഗർ നോക്കിയിട്ട്. അപ്പോൾ നോക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ നിൽക്കണ്. പിന്നെ ഈ വയ്യാണ്ടൊക്കെ ആയതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ അവിടുന്ന് പിന്നെ അതിൻ്റെ ഇതൊന്നും നോക്കിയിട്ടില്ല. പിന്നെ പുറത്തുനിന്ന് നോക്കാമെന്നുള്ള ഒരു ഇതിൽ അവിടെ പിന്നെ ലാബും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ മാനസിക പ്രശ്നത്തിനുള്ള ചികിത്സയല്ലേ. പിന്നെ അങ്ങനെ നിന്നിട്ടില്ല, നോക്കുമായിരിക്കും, അത് അറിയില്ല കേട്ടോ. ഞാൻ പിന്നെ ചോദിച്ചിട്ടുമില്ല. പിന്നെ നല്ല തിരക്കുമാണ്. വേഗം വേഗം പേഷ്യൻറ്റിനെ നോക്കിയിട്ട് വിടണ്ടേ. ഞങ്ങൾ ഏകദേശം സെൻറ്ററിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല മരങ്ങളുണ്ട് കേട്ടോ. നല്ല തെങ്ങും തോപ്പാണ്. എന്തൊരു രസമാണ് കാണാൻ, എന്തൊരു ഭംഗി. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റുകളൊക്കെ ആണ്. ഞങ്ങൾ ഷുഗർ നോക്കി. അപ്പോൾ ലാബിൽ കയറുന്ന വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് വീണ്ടും ഇടണ്ടല്ലോ. അപ്പോൾ ഷുഗർ 265 ഉണ്ട് കേട്ടോ. ഷുഗർ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി കേട്ടോ. ലൈക്ക് അമർത്തണേ മറക്കരുത്. എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും വേഗം അമർത്തിക്കോളൂ. വീഡിയോ അപ്പോൾ തീരും. അപ്പോൾ തീരുന്നതിന് മുന്നേ ലൈക്ക് അമർത്തിക്കോളൂ കേട്ടോ. പിന്നെ കുഞ്ഞ് ബെല്ലൈക്കണമൊന്ന്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്തോളൂ. എന്നാലും ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, എന്നെ ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് സബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, പിന്നെ ഷെയറും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഉമ്മച്ചിയുടെ ഷുഗറിൻ്റെ റിസൾട്ട്. അപ്പോൾ അല്പം ഷുഗർ ഉണ്ട് കേട്ടോ. എന്നാൽ പെട്ടെന്ന് വീഡിയോ കണ്ടു കഴിയുമ്പോൾ സബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. അപ്പോൾ ഞങ്ങൾ ലാബിൻ്റെ മുന്നിൽ ഞങ്ങൾ പോവാണ് കേട്ടോ. വണ്ടിയിൽ കയറാണ്. ഇതാണ് ലാബ് കേട്ടോ. കുറച്ചും കൂടി ഉള്ളിലോട്ട് വന്നിട്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. വൈകുന്നേരമായി ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. ഇപ്പം അല്ലേ എല്ലാ കടകളുടെ മുകളിലും നല്ലോണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ലൈറ്റുകളൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. നിങ്ങൾ വണ്ടിയിൽ എങ്ങനെ കയറി നിങ്ങളെങ്ങനെ പോരാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നാളെ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും കാണാം കേട്ടോ. ഇതാ ഞങ്ങൾ പോകുന്നതായിരുന്നു. തട്ടുകടയാണില്ലേ രസം. തട്ടുകടയാണില്ലേ അറിയാം എന്ത് രസമാണ്. ബൈ അടുത്ത വീഡിയോയിൽ നാളെ കാണാം കേട്ടോ.